കേരളത്തിലെ ജനസംഖ്യയിൽ അതിഭീകരമാം വിധത്തിലുള്ള ചില മാറ്റങ്ങൾ ഡെമോഗ്രഫിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വീടുകൾ വിജനമായിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യ ഇങ്ങനെ ശോഷിച്ച് ഒരു പാഴ്സി സിൻഡ്രോം ആ ഒരു യാഥാർത്ഥ്യത്തെ ഇങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകൾ. എന്നാൽ മറു സൈഡിൽ തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലേക്ക് നോക്കുമ്പോൾ ജനസംഖ്യ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേരള സർക്കാരിൻ്റെ ജനന മരണ നിരക്കുകൾ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു യാഥാർത്ഥ്യം പങ്കുവയ്ക്കുന്നത്. ഇതിനെ സംബന്ധിച്ച പല ചർച്ചകളും പല വാദപ്രതിവാദങ്ങൾ ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുകയുണ്ടായി. ഈ ഒരു യാഥാർത്ഥ്യം, ഈ കണക്കുകൾ നൽകുന്ന സൂചനകൾ, മുന്നറിയിപ്പുകൾ, അപകട സൂചനകൾ എന്തൊക്കെ, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. കേരളം പൊതുവെയും പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ ആഴത്തിൽ പഠിക്കേണ്ടതുമായിട്ടുള്ള ചില കണക്കുകൾ ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അത് സർക്കാരിൻ്റെ ഔദ്യോഗിക ചില ഡേറ്റയുടെ അടിസ്ഥാനത്തിലുള്ള ചില കണക്കുകളാണ്. അതായത് 2015 മുതൽ 2025 വരെ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജനന നിരക്കിൽ അല്ലെങ്കിൽ ടോട്ടൽ ജനിച്ചവരുടെ അല്ലെങ്കിൽ ടോട്ടൽ മരിച്ചവരുടെ എണ്ണത്തിലുള്ള ആ ഒരു കണക്കാണ്. നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാനമായും ഒരു 2 പോയിന്റാണ് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിവിധ ജില്ലകൾ, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളും വടക്കൻ ജില്ലകളും തമ്മിൽ ഈ ഡെമോഗ്രഫിയിൽ അതിഭീകരമാം വിധത്തിലുള്ള വലിയൊരു അന്തരം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കണക്കുകൾ ആഴത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം, എറണാകുളം, ഇടുക്കി പോലുള്ള ക്രൈസ്തവ മേഖലകൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളായിട്ടുള്ള ജില്ലകൾ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കഴിഞ്ഞ 2025 ഏറ്റവും ലേറ്റസ്റ്റ് കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ, അതായത് ഈ ജില്ലകളിൽ ജനിച്ചവരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ മരിച്ചവരാണ് എന്ന അതിഭീകരമായിട്ടുള്ള യാഥാർത്ഥ്യം. എന്നാൽ തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകൾ നാം എടുത്തു നോക്കുകയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, ഈ ജില്ലകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു വിഷയം നാം കാണുന്നില്ല. അതായത് ജനിച്ചവരുടെ എണ്ണം മരിച്ചവരെക്കാൾ കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഈ മലബാറിലെ ജില്ലകൾ ഇൻഡിവിജ്വലി എടുത്ത് നമ്മൾ ഈ തെക്കൻ മേഖലയിലെ ഓരോ ജില്ലയും തമ്മിൽ ഇൻഡിവിജ്വലി നാം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും അതിഭീകരമായ വിധത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഈ കണക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സാമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയം എടുക്കാം, മലപ്പുറം എടുക്കാം. 2025 കോട്ടയത്ത് മൊത്തം ജനിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 16,000-ഓളം വരും. എന്നാൽ അതേസമയം മലപ്പുറത്ത് ടോട്ടൽ ജനിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 69,000 വരും. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി കേരളം പൊതുവെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2015 മൊത്തം കേരളത്തിൽ ജനിച്ചവരുടെ എണ്ണം 5 ലക്ഷമായിരുന്നെങ്കിൽ ഈ 2025 എത്തുമ്പോഴത്തേക്കും അത് 3 ലക്ഷം പ്ലസ് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ടോട്ടലി ജനന നിരക്കിൽ അല്ലെങ്കിൽ ജനനത്തിൽ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ ഇത് ചിന്തിക്കേണ്ട പല വസ്തുതകൾ എന്ന് പറയുന്നത് ഈ ഒരു അന്തരവ് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് എല്ലാ മേഖലകളിലും ചെലുത്താനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ വിവിധ വിഷയങ്ങൾ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. ഏറ്റവും പ്രധാനമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. രാഷ്ട്രീയമായിട്ടും ഇത് ചെലുത്താൻ സാധ്യതയുള്ള ഒരു ഇമ്പാക്റ്റ്. നമുക്കറിയാം, മണ്ഡല പുനർവിഭജനം ഒക്കെ വന്ന് കഴിയുമ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡലം പുനർവിഭജിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കണക്കുകളിലേക്ക് അടിസ്ഥാനത്തിൽ വരും നാളുകളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ മധ്യ തിരുവിതാംകൂർ, തെക്കൻ ജില്ലകളിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും. വടക്കൻ ജില്ലകളിൽ മലബാർ മേഖലയിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുക എന്നത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഏതൊക്കെ സമുദായത്തിന് രാഷ്ട്രീയമായിട്ടും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു അപ്പർ ഹാൻഡ് ലഭിക്കും എന്നതും ആഴത്തിൽ നാം ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വശത്തിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഇമ്പാക്റ്റാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. നമ്മൾ പല മേഖലകളിൽ, ഇത് പൊളിറ്റിക്കലി മാത്രമല്ല സമസ്ത മേഖലകളിലും ഇത് വലിയൊരു ഇമ്പാക്റ്റ്, ഈ ഒരു ഇംബാലൻസ് ചെലുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്ക്? കാരണം ഈ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് സംഭവിക്കുന്നത് ഈ സമുദായങ്ങൾ ഭൂരിപക്ഷം ഉള്ള മേഖലകളിലാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ഇത് നൽകുന്ന ഒരു സൂചനകൾ എന്തൊക്കെയാണ്? ജോർജ്, നമ്മൾ പല ചർച്ചകളിലും മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ജനത നിലനിൽക്കണമെങ്കിൽ, അതേ ജനസംഖ്യയിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ മിനിമം 2.1 ബർത്ത് റേറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ കേരളത്തിലെ ചില തെക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ അത് 0.9 അല്ലെങ്കിൽ അതിന് താഴേക്കാണ് കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഫാമിലി മീൻസ് ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് ഒരു കുട്ടി പോലും ഉണ്ടാകാത്ത അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ തെക്കൻ ജില്ലകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പല തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. കൂട്ടമായിട്ട് നാട് വിട്ടു പോവുകയാണ്. കോളേജ് പഠനം തൊട്ട് തന്നെ പിള്ളേർ പുറത്താണ്. ഉള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉള്ളവർക്ക് ഭൂരിഭാഗത്തിനും പെണ്ണ് കിട്ടുന്നില്ല. കുറേ എണ്ണത്തിന് കെട്ടാൻ താല്പര്യമില്ല. ഇനി കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ പകുതിയുടെ അടുത്തേക്ക് ഇപ്പോൾ ഡൈവേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതുമില്ല, നിലനിന്ന് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് കുട്ടികൾ വേണ്ട. ഇതാണ് നമ്മുടെ തെക്കൻ ജില്ലകളിലെ പല കുടുംബങ്ങളിലെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യാനായിട്ട്. ഇപ്പോൾ ജോർജ് ചോദിച്ചു ഇത് നൽകുന്ന അപകട സൂചന എന്താണെന്ന്. അപകട സൂചന കൃത്യമായിട്ട് പറയാം. ഒരു സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇല്ലാതായി തീരുന്നു. അത് അവരുടെ തന്നെ കയ്യിലിരിപ്പുണ്ട്. അതിന് വേറെ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. അവർ കാലക്രമത്തിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവർ തിരോഭവിച്ചു പോകും, ഇല്ലാതായി തീരും. അതിന് യാതൊരു സംശയവും വേണ്ട. അത് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള സാധ്യത കുറവാണ്. അത് പറയുമ്പോൾ ഞാനൊരു പ്രത്യേക മതവിഭാഗത്തെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ ചില മതപരമായ എലിമെന്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു വയ്ക്കണം. അതിന് ചരിത്രം മാത്രം നോക്കിയാൽ മതി. ചരിത്രം നോക്കുക, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ചരിത്രത്തിൽ എന്നൊക്കെ എവിടെയൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ ഭൂരിപക്ഷം ആകേണ്ട അവരൊരു 30% കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദേശത്തുള്ള മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഇത് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നതോ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ചരിത്രത്തിൽ കാണുന്ന നഗ്ന സത്യങ്ങളാണ്. അവിടെ പിന്നീട് മറ്റു മതസ്ഥരെ ഒന്നിൽ കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ അവിടെ അവർ അടിച്ചമർത്തപ്പെട്ടതോ അല്ലെങ്കിൽ രണ്ടാം കിട പൗരന്മാരൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാകാം. കുറച്ചു പേരൊക്കെ അവശേഷിക്കുന്നുണ്ടാവും. നമ്മൾ ഏത് രാജ്യം വേണമെങ്കിൽ നോക്കിയോ. ഇനി ഈ കാലഘട്ടത്തിലേക്ക് തന്നെ വരുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ പാക് വിഭജനം കഴിഞ്ഞു. പാകിസ്ഥാനിലുണ്ടായിരുന്ന ഹിന്ദുക്കളും ക്രൈസ്തവരും ഇപ്പോൾ എവിടെ? ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നവരെവിടെ? ലെബനോനിലുണ്ടായിരുന്ന ക്രൈസ്തവരും ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന സ്ഥലത്ത് ഇന്ന് അവിടെ 70% മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചു നിൽക്കുമ്പോൾ അവിടുത്തെ ക്രൈസ്തവർക്ക് എന്ത് സംഭവിച്ചു? മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചു? അവിടെയെല്ലാം ക്രൈസ്തവ ഭൂരിപക്ഷമായ രാജ്യങ്ങളായിരുന്നു. ഇതേപോലെ തന്നെ നൈജീരിയ, അവിടെ 50% കടന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യമായിട്ട് അത് മാറി. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു പാക്കേജിന്റെ ഭാഗമായിട്ടൊന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഒരു മതത്തിൽപ്പെട്ടവർ ഒരു പ്രദേശത്ത് വർദ്ധിക്കുമ്പോൾ ഇതൊരു പാക്കേജാണ്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അത് ആദ്യകാലം തൊട്ട് അങ്ങനെയാണ്. നമ്മൾ പറയും നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും പാവങ്ങളാണ്, കറക്റ്റാണ്, അവരെല്ലാവരും വളരെ നല്ലവരാണ്, നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നവരാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ 5% 10% പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടായിരിക്കും. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എവിടെ അല്പം ഉണ്ടായാൽ മതി, അവർ ഈ രാജ്യത്തെ ഏത് രാജ്യത്തെ വേണമെങ്കിലും കീഴടക്കാനായിട്ട് അവർക്ക് പിന്നീട് അത് കഴിയുന്നതായിട്ടാണ് ചരിത്രം കാണുന്നത്. ഇന്ന് തന്നെ നമുക്ക് യൂറോപ്പിലേക്ക് ഒന്ന് നോക്കി. യൂറോപ്പിൽ നമ്മുടെ കാലത്ത് തന്നെയാണല്ലോ യൂറോപ്പിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടങ്ങിയത്. 2012 കാലങ്ങൾ തൊട്ട് യൂറോപ്പിലേക്ക് അഭയാർത്ഥികൾ പോകുമ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞു ഇത് അപകടമാകും. ചരിത്രം നോക്കിയിട്ടാണ് അത് പറയുന്നത്. ചരിത്രം നോക്കി അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു അയ്യോ പാവങ്ങൾ, അവരെ സ്വീകരിക്കണം, 2 കൈയും നീട്ടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഇന്നത്തെ യൂറോപ്പിന്റെ UK അവസ്ഥകൾ എന്താണെന്ന് നോക്കാം. അവിടെ 10% പോലും ആകുന്നതിന് മുമ്പ് ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഇത് തന്നെയാണ് ലോകത്തെ എല്ലാ സ്ഥലത്തും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജിന്ന ആരംഭകാലത്ത് വളരെ മതേതരനാണ്. പക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. അങ്ങനെ പാകിസ്ഥാനെ അടർത്തിയെടുത്തു. ജനാധിപത്യ രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ ആരംഭിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ശേഷം അതൊരു മതരാഷ്ട്രമായിട്ട് മാറി. അവിടെയുള്ള ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഇന്ന് കാണാൻ കിട്ടാത്ത അവസ്ഥയായി. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ അവർ വളരെ മതേതരത്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചരിത്രം നോക്കി കഴിഞ്ഞാൽ എന്ന് ഭൂരിപക്ഷത്തിലേക്കോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിലേക്കോ അടുക്കുന്നോ, മതേതരായി ഇരുന്ന ഏത് പാർട്ടിയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മതരാഷ്ട്രവാദത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ജോർജ് നേരത്തെ സൂചിപ്പിച്ചു, അതായത് സീറ്റുകൾ കൂടുതൽ ചോദിച്ചു തുടങ്ങി. അവർ ചോദിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് അവിടെ ഇത്രയും ജനസംഖ്യ വരുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് കിട്ടണം. ഇത്രയുള്ള അവരുടെ വിഷയം. ഇപ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമിനെയും കൂടി കൂട്ട പിടിച്ചിരിക്കുന്നു. അതായത് ഒരു കാലത്ത് മതരാഷ്ട്രവാദികൾ എന്ന് വിളിച്ചവരെ ഇന്ന് കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. കാരണം ഇന്ന് ജനസംഖ്യ ഉയർന്നു. ഇനിയിപ്പോൾ മതരാഷ്ട്രവാദത്തിലേക്ക് കടന്നുകൊണ്ട് വേറെ കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. ഇത് ചരിത്രം നോക്കിയാൽ ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ലോകവ്യാപകമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കും. ഇനി യാതൊരു സംശയവുമില്ല. കാരണം കുറച്ചു പേരെങ്കിലും ഉണ്ടായാൽ മതി, മതരാഷ്ട്രവാദികളായ കുറച്ചു പേരുണ്ടായാൽ മതി, അവർ അത് മതരാഷ്ട്രമാക്കി എടുക്കുന്ന ചരിത്രമാണ് ഇന്നേ വരെ കണ്ടിട്ടുള്ളത്. അവരങ്ങനെ ആക്കിയെടുക്കുന്ന സമയത്ത് ഭൂരിപക്ഷമായ സമൂഹം അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. പക്ഷെ ഇവിടെ ഹിന്ദുത്വ തീവ്രവാദികളുണ്ട്. പക്ഷേ ഇവിടെ ഹിന്ദുത്വ തീവ്രവാദികളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്, അതായത് 80%-ത്തിലും 84%-ത്തോളം ഉള്ള ഹിന്ദുക്കൾ എല്ലാവരും ചേർന്ന് ഹിന്ദുത്വ രാഷ്ട്രത്തെ, ഹിന്ദുത്വവാദത്തെ, ഹിന്ദുത്വ വർഗീയതയെ എതിർക്കുന്നു. എന്നാൽ മറ്റു രാജ്യങ്ങളിലെ അവിടെ ഒരു മതം വളർന്നു വന്നപ്പോൾ അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് ആ രാജ്യത്തെ മാറ്റിയെടുത്തെന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തെക്കോട്ടേക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ട്. നമുക്കിത് സ്വാഭാവികമെന്ന് പറയാം. ഒരു ഭാഗത്ത് ജനസംഖ്യ കുറയുന്നു, മറുഭാഗത്ത് ജനസംഖ്യ കൂടുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ സ്ഥലങ്ങൾ വേണം, കൂടുതൽ കാര്യങ്ങളുണ്ട്. നൈജീരിയയിലൊക്കെ നടക്കുന്നത് അങ്ങനെയാണല്ലോ. ഫുലാനികൾ പോലും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. അവിടെ വടക്കും തെക്കും തമ്മിൽ തെക്ക് ക്രൈസ്തവരാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവരെ ഇന്ന് വടക്ക് നിന്ന് വന്ന് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതേപോലെ തന്നെ ഇവിടെയും വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഒരു മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിശബ്ദമായ ഒരു മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ചില ബിസിനസ്സുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ചില മാളുകൾക്ക് പിന്നിൽ പോലും ഒരു മോൾ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഏരിയയിൽ പെട്ടെന്ന് അവിടുത്തെ ഡെമോഗ്രഫിയിൽ വലിയ മാറ്റം വരുന്നു. ചില ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വരുമ്പോൾ ആ പ്രദേശം മുഴുവൻ പെട്ടെന്ന് അതിന്റെ ഡെമോഗ്രഫി മാറിപ്പോകുന്നു. ഇത് ആരുടെയും കുറ്റമല്ല. പക്ഷേ എപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാം അടിയിൽ നിന്ന് എല്ലാ കളികളും കളിക്കുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഉള്ളിടത്തോളം കാലം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ഒരു ആശയം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതോടൊപ്പം തന്നെയാണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നത്. ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ ജനസംഖ്യ കുറയും എന്ന് തീർച്ചയായിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എല്ലാവരും ജനസംഖ്യ ഉയർത്തുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഉള്ള ജനസംഖ്യ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണല്ലോ അവർ ചെയ്യേണ്ടത്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ സഭയുടെ പിതാക്കന്മാരോ മറ്റാരെങ്കിലോ ക്രൈസ്തവർക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹൈന്ദവരുടെ ഭാഗത്തുണ്ട്, അവരുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഹൈന്ദവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വർഗീയരായിട്ട് ചിത്രീകരിക്കണം. എന്തിനാണിത്? അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ നോക്കുമ്പോൾ ചില അജണ്ടകളും, അതെല്ലാവരുടെയും അല്ല, ചിലവരുടെ അജണ്ടകൾ ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ചില മുന്നറിയിപ്പുകൾ, ഗൗരവമേറിയിട്ടുള്ള മുന്നറിയിപ്പുകൾ ഈ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് നാം കാണേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഈ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് സംഭവിക്കുന്ന മേഖലകളിൽ നിന്നാണ് അനിയന്ത്രിതമായിട്ടുള്ള വലിയ രീതിയിലുള്ള വിദേശ കുടിയേറ്റം സംഭവിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജില്ലകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ജില്ലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ അന്യസംസ്ഥാനത്ത് നിന്നും പലരും ഇവിടെ വന്ന് കൂടുന്നത്, ഇവിടെ സെറ്റിലാവുന്നത്. ചിലർക്കൊക്കെ ഇവിടുത്തെ എന്താണ് പറയുന്നത്, കേരളത്തിൻ്റെ ചില രേഖകളും താമസവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ലഭിക്കുന്നതും ഇതിനോട് നാം ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ്. മാത്രമല്ല പല ജില്ലകളിലും ആളില്ലാത്ത, ആളൊഴിഞ്ഞ ഭവനങ്ങൾ, ഒരു പക്ഷേ പറയുകയാണെങ്കിൽ പ്രേതാലയങ്ങൾ കണക്കുള്ള ഭവനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു അപകടത്തിലേക്കല്ലേ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്? ഈ കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം കഴിയുന്നതിന് മുന്നേ തന്നെ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ അംഗസംഖ്യ അല്ലെ ക്രൈസ്തവരുടെ കേരളത്തിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് ഈ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ വളരെ വലിയ തോതിൽ കുറയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ സാമൂഹിക അന്തരീക്ഷം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർ എല്ലാവരും തന്നെ വിദ്യാഭ്യാസം നേടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസത്തിന് അനുസൃതമായിട്ടുള്ള, അവർക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് മിക്ക വീടുകളിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആളുകൾ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ എവിടെയൊക്കെയാണ് ഏറ്റവും നല്ല ജോലി ഉള്ളത്, നല്ല പൈസ ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് എല്ലാ രീതിയിലുള്ള അറിവുകളും ഇന്ന് പണ്ടത്തെ പോലെയല്ല കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറം രാജ്യങ്ങളിലേക്ക് ജോലി തേടിയുള്ള ആളുകളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ നിയന്ത്രിക്കണം എന്ന് വാശി പിടിക്കുന്നതിൻ്റെ ഉള്ളിൽ പോലും ഒരു പക്ഷേ നമുക്ക് തോന്നാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്നവന് എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളതും പുറം നാടുകളിൽ ചെന്നേച്ചിട്ട് ഈ 8 മണിക്കൂർ ജോലി ചെയ്യാൻ എത്ര രൂപ ലഭിക്കും എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ചെന്ന ഒരു 5 വർഷം കൊണ്ട് നമ്മൾ സാധാരണ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു വീട്, സ്ഥലം മേടിക്കുന്നു, വീടുണ്ടാക്കുന്നു, അങ്ങനെ ഒരു അടിസ്ഥാനപരമായ ഒരു സൗകര്യത്തിലേക്ക്, ഒരു നിലവാരത്തിലേക്ക് മനുഷ്യന്റെ ഒരാളുടെ ഒരു ജീവിത നിലവാരം ഉയർത്തേണ്ട ഒരു 5 വർഷം കൊണ്ട് വിദേശത്ത് പോയാൽ കഴിയുകയും ചെയ്യുന്നു. പക്ഷെ നമ്മളിവിടെ ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താൽ ഒരു പക്ഷേ അത് കഴിയാത്ത അവസ്ഥ, കടം മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ആളുകൾ വിദേശത്തേക്ക് പോകാതിരിക്കണം. ഇവിടെ ഇപ്പോൾ ചില പാർട്ടികൾക്ക് അവരുടെ അനുയായികളെ നിലനിർത്തുന്ന ആ ഒരു രീതികളെ കുറിച്ച് നമ്മൾ പലപ്പോഴും വിമർശിക്കാറുണ്ട്. അതുപോലെ ആളുകൾ നിലനിൽക്കണമെന്ന്, ഇവിടെ നിൽക്കണമെന്ന് നമുക്കൊരിക്കലും വാശി പിടിക്കാൻ കഴിയില്ല. ആളുകൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് എങ്ങനെ ഈ രീതിയിൽ കൂടി മുന്നോട്ട് പോയി എങ്ങനെ സുരക്ഷിതമായ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് മാത്രമേ നമുക്ക് ആലോചിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇതിനെയും കൂടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആളുകൾ ഇവിടെ നിൽക്കണം, അതും അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് എന്ന് വെച്ചാൽ ജനസംഖ്യാപരമായി സംഘടിക്കണം എന്നെല്ലാം പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നമ്മൾ പറയാൻ പഴയതിലേക്ക് പോകുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നത് പലപ്പോഴും നമുക്ക് മുന്നോട്ട് കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള സംസ്കാരം, കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആളുകൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു, എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നു, അവരവിടെ സെറ്റിലാകുന്നു, അവിടെ അവർ തീർച്ചയായിട്ടും മക്കൾക്ക് അവിടെ പൗരത്വം എടുക്കണം. പലപ്പോഴും നമ്മൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോൾ ഓവറോൾ കേരളത്തിൽ നമ്മൾ ജനസംഖ്യ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആളുകളുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ജനസംഖ്യയെ നിയന്ത്രിക്കുന്ന കാര്യം വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഇതാണ്,
ഈ സാമൂഹിക അന്തരീക്ഷം അത് മെച്ചപ്പെടുമ്പോൾ, അതുപോലെ ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ, വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലായിടത്തും ഈ ഒരു ട്രെൻഡ്, ജനസംഖ്യ നിയന്ത്രണ വിധേയമാകുന്ന ഒരു ട്രെൻഡ് എല്ലായിടത്തും ഉള്ളതുപോലെ നമ്മുടെ ഇവിടെ ഉണ്ടാകുമെന്ന് പണ്ട് മുതലേ നമ്മൾ പറയുമായിരുന്നു. അതേ സാധനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആ ജനസംഖ്യയുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആളുകൾ ഇനി എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ആളുകളെ ഇവിടെ നിലനിർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്താൽ പോലും ആളുകൾ ഇവിടെ നിൽക്കില്ല എന്നുള്ളത്. കാരണം നമ്മുടെ ഇവിടുത്തെ ജീവിത നിലവാരം അതുപോലെ ഉയർന്നു പോയി. കാരണം നമ്മുടെ ഇവിടെ എത്ര പണം സമ്പാദിച്ചാലും അത് ഒരിക്കലും തികയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ ഇനിയും നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്, അതിനുവേണ്ടി വാശി പിടിക്കരുത്. കാരണം ആളുകൾ നിൽക്കില്ല. ആളുകൾക്ക് കാരണം അടിസ്ഥാനപരമായി എല്ലാവർക്കും ഉയർന്ന ഒരു ജീവിത നിലവാരത്തിൽ, കാരണം എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, അവർക്ക് ഉയർന്ന ജീവിത നിലവാരം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് അങ്ങനെ ആഗ്രഹിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി ഇതിനെ കൂടി അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒക്കെ ഒരുപക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത, കാരണം ആ തിരിച്ചടികളെല്ലാം നമ്മൾ ഇപ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ എടുത്ത തീരുമാനമാണ്. അപ്പൊ അന്ന് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നമ്മൾ ചില ആളുകൾ അല്പം പൊക്കി പറയുകയും അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയും എല്ലാം നമ്മൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. ആ തീരുമാനം അക്സെപ്റ്റ് ചെയ്യുകയും ആളുകളുടെ ഇടയിലേക്ക് അത് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം 8ഉം 10ഉം മക്കളുണ്ടായിരുന്ന കുടുംബങ്ങൾ പിന്നീട് 2 മക്കള് എന്ന ഒരു നിലയിലേക്ക് താഴുന്ന സാഹചര്യം ഉണ്ടായി. അവരെ എൻകറേജ് ചെയ്യാൻ പിന്നെ ഒരു നടപടികളും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു ആ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് ഇന്ന്, കാരണം പലപ്പോഴും അങ്ങനെയാണല്ലോ, നല്ല തീരുമാനങ്ങൾ ദൂരവ്യാപകമായി അത് നന്മയെ സൃഷ്ടിക്കുകയും തെറ്റായ തീരുമാനങ്ങൾ ദൂരവ്യാപകമായി അത് തിന്മയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ തിന്മയെ സൃഷ്ടിച്ച തീരുമാനം എവിടെ നിന്നായിരുന്നു വന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു തീരുമാനം, കാരണം ഇതുപോലെ ഒരു സമുദായത്തെ ബാധിക്കുന്ന ഒരു തീരുമാനം ഇനി മേലാൽ ആരുടെയും പക്കൽ നിന്ന് ഉണ്ടാകരുത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ആ തീരുമാനത്തെ കൃത്യമായിട്ട് ഇഴകീറി പരിശോധിക്കേണ്ടതാണ്. കാരണം അതിന്റെ തിക്തഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തിക്തഫലം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇനിയും നമുക്ക് മുന്നോട്ട് പ്രതീക്ഷയോടെ പോകാൻ ഉള്ളത് നമ്മൾ ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു വഴി വെട്ടിത്തുറക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ള വഴി എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ആളുകളെ തീർച്ചയായിട്ടും പണ്ട് സ്ലീഹന്മാര് ലോകമാസകലം പോയതുപോലെ അതുപോലെ ഒരു പ്രേക്ഷിതരായിട്ട് പറഞ്ഞയക്കുക എല്ലാ ഇടങ്ങളിലേക്കും. കാരണം അതിൽ നിന്നും നന്മയുണ്ടാകും, അതിൽ നിന്നും നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ആളുകളെ നമ്മളിവിടെ തടഞ്ഞു നിർത്തി ആളുകൾ പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കാറിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇല്ലെങ്കിൽ നാളെ വേറെയുള്ള ഇവിടെ സമ്പത്തുള്ള ആളുകളുടെ അടിമപ്പടി എടുക്കേണ്ട അവസ്ഥയായിരിക്കും നമ്മുടെ സമുദായത്തിന് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകളെ സംബന്ധിച്ച് പുറത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് വഴി. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കിടന്ന് കരയാതെ പ്രതീക്ഷയോടെ പുതിയ വഴി മുന്നിലേക്ക് വെട്ടിത്തുറക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളിൽ സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു നിലനിർത്താൻ പാകത്തിൽ ഇപ്പം നമുക്ക് പുറമെ രൂപതകളെല്ലാം നമ്മൾ അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലും എല്ലാം രൂപതകളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, കൃത്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആളുകളെ അതുപോലെ അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരായി ജനിക്കുന്ന മലയാളികളായ ഇന്ത്യക്കാരായ കുട്ടികളെ സ്പിരിച്വാലിറ്റിയിൽ ക്രിസ്തുവിൽ വളർത്തി അവരെ ഒരു പ്രേക്ഷിതരാക്കി മാറ്റുന്ന തരത്തിലേക്ക് മാറുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെയും ഗുണമുണ്ടാകും, എല്ലായിടത്തും ഗുണമുണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോയിട്ട് അന്യം നിന്ന് പോകുന്ന ഒരു ജനതയായിട്ട് മാറാനുള്ള സാധ്യതകൾ വളരെ രൂക്ഷമായി നിലനിൽക്കുകയാണ് എന്ന് ഈ കണക്കുകൾ നോക്കി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ ദൈവാശ്രയത്വത്തിൽ നിന്നും ഒരു ആസൂത്രണത്തിലേക്ക്, മാനുഷികമായിട്ടുള്ള ചില ആസൂത്രണത്തിലേക്കൊക്കെ പോയതിൻ്റെ അതെല്ലാ തലത്തിലും, അത് ഗ്രൗണ്ട് ലെവൽ മുതൽ അങ്ങ് നേതൃത്വ തലം വരെ പല വിഷയങ്ങളിലും ദൈവാശ്രയത്വത്തിൽ നിന്നും ഈ ആസൂത്രണത്തിലേക്ക്, മാനുഷികമായിട്ടുള്ള ആസൂത്രണത്തിലേക്കൊക്കെ പോയതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഞെട്ടിക്കുന്ന ദാരുണമായിട്ടുള്ള കണക്കുകൾ. അതിനാൽ തന്നെ ഈ പറയുന്നത് പോലെ പരിപൂർണമായിട്ട് ഇപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ക്രിസ്ത്യൻ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ആത്യന്തികമായിട്ടും അവരെ രക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് രക്ഷ നൽകുന്നത് അവർ ആശ്രയിക്കേണ്ടത് ക്രിസ്തുവിലാണ്, ദൈവത്തിലാണ്. പക്ഷേ ആ ആശ്രയത്വം വിട്ട് പലപ്പോഴും ആസൂത്രണത്തിലേക്കും പ്ലാനിങ്ങിലേക്കും ഒക്കെ പോകുന്നു. അങ്ങനെ സമുദായം പയ്യെ ഇങ്ങനെ ശുഷ്കിച്ച് വരുന്നു. അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലേക്ക് ആ ഒരു ശോഷണം എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ നമ്മുടെ നേതൃത്വത്തിൻ്റെ സംവിധാനങ്ങളുടെ എല്ലാ സാധ്യതകളും, അത് ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, സാമ്പത്തിക റിസോഴ്സ് ആയിക്കോട്ടെ, എല്ലാം സമുദായം ശാക്തീകരിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളെ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ആ ഒരു നടപടികളാണ് ഇനി വേണ്ടത്. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയുള്ള നടപടികളാണ്
ഈ ജനസംഖ്യ കുറയുന്ന മേഖലകളിലെ സമുദായ നേതൃത്വങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളും സ്വീകരിക്കേണ്ടത്? ഈ ജനസംഖ്യ കൂടുന്നതും അല്ലെങ്കിൽ കൂടുന്നത് അതിൻ്റെ പേരിൽ ഒരു സമുദായത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ട് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ മേഖലകളിലൊക്കെ എന്തുകൊണ്ട് ജനസംഖ്യ കുറയുന്നു? എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം? അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങളും നടപടികളുമാണ് ഇനി തീർച്ചയായിട്ടും വേണ്ടത്. അതല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ഗ്രോത്തിലേക്ക് അത് ജനസംഖ്യ വളർന്ന് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ചെലുത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, സാമൂഹ്യ മേഖലയിൽ, സാമുദായിക മേഖലയിൽ. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഇംബാലൻസ് പല രീതിയിൽ ജനസംഖ്യയിൽ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആ പ്രദേശങ്ങളിലെ, ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇരകളായി പലപ്പോഴും മാറിയത് ക്രൈസ്തവരാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. അതിനാൽ തന്നെ ഈ ഭീകരമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ നോക്കിക്കണ്ടുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടെയുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വിവിധ സമുദായങ്ങൾക്ക് സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.